അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള പൊന്നുമക്കളെ, നമ്മള് ദുറൂസുൽ ഇസ്ലാമിലെ 5-ാമത്തെ പാഠം ജുനൂദുല്ലാഹ് ഒന്ന് വായിച്ചു നോക്കുക. അള്ളാഹുവിന്റെ സൈന്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നു. അപരിചിതനായ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. പരിചയമില്ലാത്ത ഒരാൾ കടന്നു വന്നു. യാത്രയുടെ ലക്ഷണമോ ക്ഷീണമോ അദ്ദേഹത്തിൽ കണ്ടിരുന്നില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അദ്ദേഹം ശരിവെക്കുകയും ചെയ്തു. ആഗതന്റെ ഈ സമീപനം കണ്ട് വന്നാള് ഈ പെരുമാറ്റം കണ്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. അയാൾ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആഗതൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു: ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം: അത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. ഉസ്താദിന്റെ വിവരണം കഴിഞ്ഞപ്പോൾ സാലിം ചോദിച്ചു. എന്താ ചോദിച്ചേ? മലക്കുകൾ മനുഷ്യരെ പോലെയാണോ? കാരണം മനുഷ്യന്റെ കോലത്തിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ചോദിക്കൂല. സാലിമോൻ ചോദിച്ചത് ശരിയാ, മലക്കുകൾ മനുഷ്യരെ പോലെയാണോ? അവന്റെ ചോദ്യം. ഉസ്താദ്: അല്ല, മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടും മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടുമാണ്. ഈ മലക്കുകളെ പറ്റി പറയാം. അവർക്ക് വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. നമ്മൾ ഈ രൂപം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. മലക്കുകൾക്ക് പല രൂപവും പ്രാപിക്കാൻ കഴിയും. അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. അവർക്ക് വിശപ്പും ദാഹവുമില്ല. അവർ മലമൂത്ര വിസർജനം ചെയ്യില്ല. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് അവർ എതിരു പ്രവർത്തിക്കുകയില്ല. അവർ എപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അവർ ഒരു ദോഷവും ചെയ്യില്ല. അവർക്ക് ക്ഷീണമോ ഉറക്കമോ ഇല്ല. അപ്പോ രണ്ടാമത്തെ കുട്ടി ചോദിക്കുക, നിങ്ങളൊക്കെ അങ്ങനെ ഉസ്താദുമാര് ചോദിച്ച് ശീലിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, അങ്ങനെ ചോദിച്ച് ശീലിക്കണം. അജ്മൽ: എത്ര മലക്കുകളുണ്ട്? ഓന്റെ ചോദ്യം സൂപ്പർ. എത്ര മലക്കുകളുണ്ട്? ഉസ്താദ് മറുപടി പറയണ്ടേ? അവരുടെ എണ്ണം അല്ലാഹുവിന് മാത്രമേ അറിയൂ. പ്രധാനികളായ 10 മലക്കുകളുണ്ട്. അവരെ കുറിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഉസ്താദ് പറഞ്ഞു.
അജ്മൽ. അവർ ആരാണ്? 10 മലക്കുകളില്ലേ, നമ്മൾ പഠിക്കൽ നിർബന്ധമായ 10 മലക്കുകൾ, അവരാരാണ്? ഉസ്താദ് മലക്കുകളെ എണ്ണണീന് പകരം ഓരോന്ന് എണ്ണണീന് പകരം അതൊരു പാട്ടാണ് പഠിപ്പിച്ചു കൊടുത്തു. തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റാഈലു മുൻകർ നകീറും വറഖീബും വകദാ അതീദു മാലിക്കും വരിളുവാനും ഹുദാ. ഇതിന് പേര് ഞാൻ കാണിച്ചു തരാം. ജിബ്രീൽ, മീകാൽ 2, ഇസ്റാഫീൽ 3, അസ്റാഈൽ 4, മുൻകർ 5, നകീർ 6, റഖീബ് 7, ഇനി വറഖീബ് അല്ല, റഖീബ് 7, അതീദ് 8, മാലിക് 9, ദിൽവാൻ 10. ഈ വരിളുവാനും പറയരുത്, വറഖീബും പറയരുത്. അപ്പൊ വിശദമായ 10 മലക്കുകളുടെ പേര്. ഉസ്താദ് ബൈത്ത് ഈണത്തിൽ ചൊല്ലി കുട്ടികൾ ഏറ്റുപാടി. ഉസ്താദ് ചെല്ലുമ്പോ കുട്ടികൾ ഏറ്റുപാടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാട്ട് ഉസ്താദിന്റെ കൂടെ പാടണം. എന്നിട്ട് പദ്യം കാണാതെ പഠിക്കണം. നല്ല രസമുള്ള പാട്ടാണ്. ഈ ഒരു ബോക്സ് ഉണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. വായിച്ചേ, ലാ യഅസൂനല്ലാഹ മാ അമറഹും. അതിന്റെ സാരം എന്താ? അർത്ഥം എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർ എതിരി ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർ എതിരി ചെയ്യുകയില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബേ, ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മക്കാതുമാർക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും തരണേ അല്ലാ. അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെട്ട നല്ലവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അസ്സലാമു അലൈക്കും.